പോലീസ് നേരെ യുവമോർച്ചയുടെ മാർച്ച് കൂടി നടക്കുകയാണ്. യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. വി വിനോദും തിരുവനന്തപുരത്തും ചേർന്നു. വിനോദ്, ഏത് രീതിയിലായിരുന്നു പ്രതിഷേധ മാർച്ച്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക, പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? യുവമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. സമരഗേറ്റിന് മുന്നിലെ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പ്രഭുകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് മാർച്ചായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. നവകേരള യാത്രയെ എതിർത്തുകൊണ്ടും പോലീസ് നടപടിയെ എതിർത്തുകൊണ്ടുമുള്ള ഒരു പ്രകടനമാണ്. നേരത്തെയും യുവമോർച്ചയുടെ മാർച്ച് നടന്നിരുന്നു. വലിയ തോതിൽ സംഘർഷമുണ്ടായി. ഇന്ന് അത്രയധികം പ്രവർത്തകരില്ല എങ്കിലും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ജലപീരങ്കി നേരത്തെ പ്രയോഗിച്ചു, 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പലതവണ പോലീസുമായി ഉണ്ടുതള്ളുന്നുണ്ടായി. ഇപ്പോഴും പോലീസുമായുള്ള ബലപ്രയോഗം നടക്കുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉണ്ടുതള്ളും നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ വളപ്പ് ചാടിക്കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളത്. പോലീസ് അതിനെ ചെറുക്കുന്നുണ്ട്. 2 പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ വളപ്പ് ചാടിക്കടക്കാനുള്ള, വേലി ചാടിക്കടക്കാനുള്ള ശ്രമത്തിലാണ്. അവരെ പോലീസ് അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ബലപ്രയോഗം തുടരുകയാണ്. പല തവണയായി പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗമുണ്ടായി. ഇപ്പോഴും അത് തുടരുകയാണ്. വേലി ചാടിക്കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. രണ്ടാമത്തെ ഇപ്പോൾ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് അടുത്തടുത്ത് നടത്തിയ യുവമോർച്ചയുടെ 2 സമരങ്ങളും സംഘർഷത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ സമരവും കഴിഞ്ഞ സമരത്തെ പോലെ തന്നെ പോലീസുമായുള്ള ബലപ്രയോഗത്തിലേക്ക് പോകുന്നുണ്ട്. വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. വേലി ചാടിക്കടക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരാകട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഈ സമരഗേറ്റിന് മുന്നിൽ ടയർ കത്തിച്ചു. ടയർ കത്തിക്കുന്ന നിലയിലേക്കും സമരത്തിന്റെ രൂപം മാറ്റിയിരുന്നു. ഇപ്പോഴും ഈ ബലപ്രയോഗം നടത്തുകയാണ്. വളപ്പിലേക്ക് ചാടിക്കടക്കാനുള്ള, വേലി ചാടിക്കടക്കാനുള്ള ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത്. പ്രഭുകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയായിരുന്നു. പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടും പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ടുമുള്ള സമരം. നവമോർച്ച ഈ നവകേരള യാത്ര കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല എന്ന കാര്യമാണ് പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രഭുകൃഷ്ണ ഇവിടെ ബാരിക്കേഡ് നിർത്തിയിരുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രസംഗിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പോലീസ് നടപടികളെയും ഒക്കെയും വിമർശിച്ചുകൊണ്ടുള്ള അതിനെതിരെയുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം രണ്ടാമത്തെ പ്രതിഷേധമാണ്. ഇതും സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുമായി പലതവണ ബലപ്രയോഗം ഉണ്ടായി. പ്രവർത്തകർ സമരഗേറ്റിന് മുന്നിൽ ടയർ കത്തിച്ചു. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ഈ സമരഗേറ്റിന് മുന്നിലേക്ക്, നോർത്ത് ഗേറ്റിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപർണ, വിനോദ്, സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ച് സംഘർഷാവസ്ഥയിലെത്തിയിരിക്കുന്നു. നവകേരള സദസ്സിന് സമാപനം നടക്കുന്നത് വട്ടിയൂർക്കാവിലടക്കം ഇനിയുള്ള മണിക്കൂറുകളിലും നേരിട്ട് സദസ്സ് നടക്കുന്ന സ്ഥലങ്ങളിലടക്കം പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കമുണ്ടോ യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും ഇന്ന് വലിയ സമരപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നവകേരള സദസ്സിന്റെ സമാപനമാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപം കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. അവിടെ സരസ്വതി മണ്ഡപം നവകേരള സദസ്സിന്റെ സ്വാഗത സംഘം ഓഫീസാക്കിയതിനെതിരെ BJPയുടെ ഭാഗത്ത് നിന്ന് വിമർശനം വരികയും അവിടെ വലിയ പ്രതിഷേധ പരിപാടികൾ പല സമയങ്ങളിലായി നടക്കുകയും BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും സരസ്വതി മണ്ഡപത്തിലേക്ക്, പൂജപ്പുരയിലേക്ക് BJPയുടെയും മോർച്ചയുടെയും പ്രകടനമുണ്ട്. അവിടെ അതിന് ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പ്രകടനത്തെ
നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് നീങ്ങുകയാണ്. പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് വ്യാപകമായി ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസവുമായി പല സ്ഥലങ്ങളിലായി ഈ വിവിധ പാർട്ടികളുടെ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. നവകേരള സദസ്സിന്റെ സഞ്ചാരം കഴിഞ്ഞ ദിവസം പാറശാല നെയ്യാറ്റിൻകര മേഖലകളിലേക്ക് എത്തുമ്പോൾ കാട്ടാക്കടയിൽ നിന്ന് തുടങ്ങിയ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാട്ടാക്കടയിൽ തുടങ്ങിയ കൂട്ടയടി അത് പിന്നീട് നെയ്യാറ്റിൻകരയിലേക്കും പാറശാലയിലേക്കും വ്യാപിച്ചു. നെയ്യാറ്റിൻകര, പാറശാല, അമരവിള, ബാലരാമപുരം, നേമം, വെള്ളായണി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരോ അപർണ വീണ്ടും പോലീസുമായുള്ള ഒരു ഫലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ടയറുകൾ ഇപ്പോൾ പോലീസിന് നേരെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. വീണ്ടും ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുദ്രാവാക്യം വിളികളോടെ പോലീസിന് നേരെ പ്രവർത്തകർ പാഞ്ഞെടുക്കുകയാണ്. വീണ്ടും ഈ ഉന്തും തള്ളിലും കാര്യങ്ങൾ പോകുന്നു. ടയറുകൾ ജലപീരങ്കിക്ക് നേരെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. വീണ്ടും ഒരു സംഘർഷ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ തോതിൽ ഉന്തും തള്ളും മാറുന്നു. ജലപീരങ്കി ഉൾപ്പെടെ നേരത്തെ പ്രയോഗിച്ചതാണ്. റൈറ്റ്. നവകേരള സദസ്സിന്റെ സമാപന ദിവസം തലസ്ഥാനം മുഴുവൻ യുദ്ധക്കളമായി മാറുന്ന സ്ഥിതി. രാവിലെ കോൺഗ്രസിന്റെ മാർച്ച് അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന അവസ്ഥ. അതേസമയത്ത് മറുവശത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളും കാണുന്നു. സമാപനം നടക്കുന്നത് നവകേരള സദസ്സിന്റെ സമാപനം വൈകുന്നേരമാകുമ്പോഴേക്കും പല ഭാഗങ്ങളിലായി പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന കാഴ്ചയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്.